ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു സൺഡേ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഇന്ന് സംഭവം രാവിലെ തൊട്ട് എടുക്കണം എന്ന് വിചാരിച്ചെങ്കിൽ നടന്നില്ല. ഇപ്പം സമയം ഒരു 6 മണി ആകാൻ പോവാണ് കേട്ടോ. അപ്പം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ ഡൗൺ സൈഡിനും മമ്മിയും ഡാഡിയും തോമും കൂടെ മാമലിൻ്റെ ബേബിയുടെ മാമോദിസ കൂടാനായിട്ട് എറണാകുളത്ത്, അതായത് പള്ളിപ്പുറം പോയേക്കാണ്. പള്ളിപ്പുറം അല്ലല്ലോ, ശില്പയുടെ വീട് എവിടെയായിരുന്നു? കോട്ടപ്പുറമാണോ? എന്തായാലും അവർ എറണാകുളം പോയേക്കാണ് മാമോദീസയ്ക്ക്. അപ്പം ഞാനും ചാക്കോച്ചനും മാത്രമേ ഉള്ളൂ. അപ്പോൾ 7 മണി കഴിയുമ്പോഴാണ് നമ്മുടെ വാർഡിൻ്റെ മീറ്റിംഗ് ഉള്ളത്, അതായത് വാർഷികാഘോഷം ഉള്ളത്. അപ്പം അതിന് പോകണം. ചാക്കോച്ചനെ കൊണ്ട് പോകുമ്പോൾ എങ്ങനെയാണ് എന്നാന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും കുറച്ച് നേരമെങ്കിലും ഇരുന്നിട്ട് അവനും അതൊരു ഭയങ്കര ഒരു ചേഞ്ചാവും, ഇഷ്ടമാവും. ഇവിടെ വരെ പോയാൽ മതി, മഴ പെയ്യാണ്ടിരിക്കണം. കാരണം ഉച്ചയ്ക്കൊക്കെ നല്ല മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒന്ന് ശാന്തമായി ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പൂച്ചട്ടിയിൽ നിന്ന് വരുമ്പം ഭാവൻ സ്കൂളിന് ഓപ്പോസിറ്റുള്ള വീട്ടിലാണെന്ന് രൂപി ചേച്ചി പറഞ്ഞു കേട്ടോ. അപ്പം അതിന് പോകണം. ഇന്ന് നല്ലൊരു സൺഡേ ആയിരുന്നു കേട്ടോ. രാവിലെ ചില ദിവസങ്ങളിൽ ഞങ്ങൾ ലഞ്ച് മോസ്റ്റ്ലി സൺഡേ ഞങ്ങളൊരു 3:30, 4 ഒക്കെ ആവും കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ചു ഒരു 2:30-ക്കുള്ളിലെങ്കിലും കഴിക്കണം എന്ന് വിചാരിച്ചു. വേഗം ലഞ്ച് ഉണ്ടാക്കി. നമ്മൾ ഞായറാഴ്ചയാണ് മാർക്കറ്റിൽ നിന്ന് സ്റ്റോക്ക് എടുത്ത് വെക്കുക. അപ്പോൾ അതൊക്കെ വേഗം തീർത്തിട്ട് പിന്നെന്താ വെച്ചത്, ചോറ് ഓൾറെഡി ഇരിപ്പുണ്ടായിരുന്നു, ചോറ് വെക്കണ്ടായിരുന്നു. അതിന് പകരം നല്ല കറികൾ വെച്ചു. തൃശ്ശൂർ മീൻകറി വെച്ചു. നോൺചാറിന് ഭയങ്കരമായിട്ട് ഇഷ്ടമായെന്ന് പറഞ്ഞു. തൃശ്ശൂർ മീൻകറി വെച്ചു, മാങ്ങാച്ചാർ വെച്ചു, ബീഫ് ഫ്രൈ വെച്ചു, ചിക്കൻ ഫ്രൈ ചെയ്തു, വാഴ ചുണ്ട് തോരൻ വെച്ചു. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. ഞാനും ഇന്ന് ആദ്യമായിട്ട് വാഴച്ചുണ്ട് തോരൻ കഴിച്ചു. ഞാൻ വെച്ചതാണെങ്കിലും കൊള്ളാം. അങ്ങനെ അപ്പം ഞാൻ ഓർത്തു അവൻ എണ്ണിക്കുന്നതിന് മുമ്പ് ഞാൻ റെഡിയായിട്ട് നിൽക്കാം എന്ന് വിചാരിച്ചു. അപ്പം പറ്റിയാൽ ഞാൻ വീഡിയോസ് എടുക്കാം, ഇല്ലെങ്കിൽ നോക്കിയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. ഞാനൊരു സംഭവം കാണിച്ചു തരാം. ഒരു കുട്ടി അവിടെ സൈക്കിൾ തിരിച്ചിട്ട് പോണത് കണ്ടോ? ബാറ്ററി സൈക്കിളാണോ എന്ന് എനിക്കൊരു സംശയം, അല്ല ഇലക്ട്രിക് സൈക്കിളാണോ എന്നൊരു സംശയമുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം ഞാൻ ഗേറ്റ് തുറക്കാൻ പോയപ്പം അവൻ ഓട്ടോമാറ്റിക്കലി വായിലെന്തെങ്കിലും ഇരിപ്പുണ്ടോ? ഗേറ്റ് തുറക്കാൻ പോയപ്പം അവനവിടെ വണ്ടി തിരിച്ചു, മീൻസ് അവൻ്റെ സൈക്കിള് തിരിച്ചു, ബും എന്ന് പറഞ്ഞ് പോയി അത്. അപ്പോൾ ഞാൻ ഓർത്തു ഇനി ഇലക്ട്രിക് സൈക്കിളാണോ എന്ന് എനിക്ക് തോന്നിയിട്ടോ. അപ്പോൾ അങ്ങനെ വിശേഷങ്ങൾ. ചാക്കോച്ചൻ ഉറങ്ങുകയാണ്. ഞാൻ തോന്നുന്നു ഉറങ്ങി എഴുന്നേൽക്കുമ്പം അവനൊന്ന് ഫ്രഷ്. ഞാൻ ഉദ്ദേശിക്കുന്ന ഉറക്കിയില്ല, കാരണം അവർ പോകുമ്പോഴത്തേനും തോമുവിൻ്റെ വക ഒരു മേളം കാണും. അപ്പോൾ ആ മേളത്തിൽ അവൻ എഴുന്നേറ്റ് അവൻ്റെ ഉറക്കം ഫുൾ ഡിസ്റ്റർബ്ഡ് ആവും. പിന്നെ എനിക്ക് നല്ല ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് ഞാൻ അവർ പോയി കഴിഞ്ഞ് ഒരു 5 മണിയൊക്കെ ആയപ്പോൾ പോയിട്ടോ. ഒരു 5 മണിയായപ്പം ഞാൻ അവനെ ഉറക്കി. അപ്പോൾ ഞാൻ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്തു വെച്ചു. ചൂടെടുക്കുമാവും. നല്ലൊരു ഡ്രസ്സാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. വാർഷികാഘോഷമല്ലേ, നല്ലൊരു ഡ്രസ്സ് എടുത്തു വെച്ചിട്ടുണ്ട്. ചൂടെടുത്താലാണ് ഇവിടെ. ചാക്കോച്ചിന് നോർമൽ ഒരു ട്രൗസറും ബനിയനും എടുത്തു വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ പാലും കാര്യങ്ങളൊക്കെ എടുക്കണം. അവനെ നമുക്കവിടെ പോയിട്ട് എത്ര നേരമാണ് എന്നൊന്നും അറിയില്ലല്ലോ. ഞങ്ങളുടെ ഇടയ്ക്ക് ഭയങ്കര പരിപാടിയും കാര്യങ്ങളൊക്കെ വരാറുണ്ട് കേട്ടോ. നല്ല ആഘോഷവും കാര്യങ്ങളാണ്. ഇവിടെയും അങ്ങനെ തന്നെയാണ്. കലാപരിപാടികളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഇന്ന് പറ്റിയാൽ ഇരുന്ന് കാണാം, ഇല്ലെങ്കിൽ തിരിച്ചു വരാം എന്നൊരു ഇത്. കാരണം നമ്മുടെ ഒരു പരിപാടിയല്ല, അപ്പം അതിന് പോകാതിരിക്കുന്ന മോശമില്ല. പിന്നെ ഈ മാമോദിസയ്ക്കും പോകാതിരിക്കാൻ പറ്റില്ല. അമൽ വളരെ കാര്യമായിട്ട് അമലും ശില്പയും മമ്മീനെയും വിളിച്ചിട്ടുണ്ട്, ഡോൺചാറിനെയും വിളിച്ചിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ അമലിനെ നിങ്ങൾക്ക് പരിചയം ഉണ്ടായിരിക്കും, നമ്മളുടെ വീഡിയോസിലും നമ്മുടെ പരിപാടിക്കൊക്കെ വന്നിട്ട് കണ്ടിട്ടുണ്ടാവും. ഇനി തോമു പോയി എന്താക്കൂ എന്നുള്ളൊരു ടെൻഷൻ മാത്രമേ, ഇനി പോയി വരുന്ന വരെ ആ ഒരു ടെൻഷൻ എനിക്ക് കാണും. എന്ത് കുറുമ്പാണ് ഒപ്പിക്കുക എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ ആദ്യം വിചാരിച്ചു അക്കീടെ അവിടെ ആക്കിയിട്ട് പോയാലോ എന്ന്. പിന്നെ അവനത് വിഷമാവല്ലോ എന്ന് വിചാരിച്ചു. ചേച്ചിയല്ലേ പോണത്? ചേച്ചിയാണെന്ന് തോന്നുന്നു. ജുബി ചേച്ചിയാണ്, മനസ്സിലാവുന്നില്ലല്ലോ. ജുബി ചേച്ചി എനിക്ക് തോന്നുന്നു ദിവസം ചെല്ലും തോറും ചെറുപ്പമായിട്ട് വരിക. എന്തെങ്കിലും മാത്രം ചെറുപ്പമായിട്ടല്ലേ വരുന്നത്, അതൊന്നും കുഴപ്പമില്ല. അങ്ങനെ അപ്പം ഞാൻ വേഗം പോയി ഒരുങ്ങാട്ടോ.
അപ്പോൾ ഞങ്ങളിത് കറക്റ്റ് 7 മണിയായപ്പം അവിടെ എത്തി കേട്ടോ. പരിപാടിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങളെത്തി. എനിക്ക് സത്യം പറഞ്ഞാൽ പേടിയായിരുന്നു കേട്ടോ. ചാക്കോച്ചൻ എന്ത് ചെയ്യും, വഴക്കുണ്ടാക്കുമോ, കാരണം ഓപ്പൺ എയറിലാണ് പരിപാടി, റോഡ് സൈഡാണ്, എന്ത് ചെയ്യും എന്നൊക്കെ ഞാൻ ആലോചിച്ചെങ്കിലും ചാക്കോച്ചൻ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു കേട്ടോ. ചാക്കോച്ചൻ ഭയങ്കരമായിട്ട് പരിപാടി എൻജോയ് ചെയ്തു. ഇതാണ് റോസ്മ ടീച്ചർ എന്ന് പറയുന്നത്. ഇവരുടെ വീട്ടിലാണ് കേട്ടോ പരിപാടി വളരെ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്ത്. അപ്പോൾ ടീച്ചറിൻ്റെ വീട്ടിൽ 2ാമത്തെ പരിപാടിയാണെന്നാണ് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ജ്യൂസും ലഡ്ഡും ഒക്കെ ഉണ്ടായിരുന്നു. ചാക്കോച്ചനും ആ ഒരു വീതം കിട്ടി കേട്ടോ. അപ്പോൾ ആദ്യം കൊച്ചച്ഛനും സിസ്റ്ററും ആണ് വന്നത്. വികാരിയച്ഛന് വേറൊരു വീട്ടിൽ പ്രാർത്ഥന ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് 7:45 വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളിതേ അതിൻ്റെ ഇടയ്ക്ക് പ്രസംഗങ്ങൾ, എന്താ പറയുക, സ്വാഗതം പറയുക, മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുക, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ ഇടയിൽ. അപ്പോൾ ചാക്കോച്ചന് ആ ടേബിളിൽ കാണുന്ന ലഡുവിലായിരുന്നു കണ്ണ് മൊത്തം. പിന്നെ ചാക്കോച്ചനെ സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് അങ്കിളുമാർ വന്നപ്പോഴത്തേനും പിന്നെ എനിക്കവിടെ റോളില്ലാണ്ടായി. അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ലഡു കഴിച്ചപ്പോൾ അങ്കിൾ കൊണ്ടുവന്ന് ഒരു ടിഷ്യൂ പേപ്പർ എടുത്തപ്പോൾ ചാക്കോ അതൊക്കെ തുടച്ച്, എന്താ പറയുക, ഭയങ്കരമായിട്ട് അവൻ്റെ ഒരു ലോകമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ ഫോൺ പിടിച്ച് വലിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ജുബി ചേച്ചി കേട്ടോ. നമ്മുടെ വാർഡിൻ്റെ പ്രസിഡൻ്റായിരുന്നു, എന്തോ ആയിരുന്നു എന്ന് എനിക്കറിയാം. ആൾ വളരെ ഭംഗിയായിട്ട് എല്ലാ കാര്യങ്ങളും, നമ്മുടെ പള്ളിയിലെ കൊയർ മെമ്പറാണ്, നല്ലപോലെ പാട്ട് പാടും. അപ്പോൾ ചേച്ചിക്ക് 2 മക്കൾ. നമ്മുടെ തൊട്ടപ്പുറത്തുള്ള വീട്ടിലാണ്. ഞങ്ങൾ പറഞ്ഞപ്പോൾ ചാക്കോച്ചന് അവിടെയാണ് കണ്ണ് മൊത്തം. അപ്പോൾ കൊച്ചച്ഛന് കാര്യം മനസ്സിലായി ലഡുവാന്നുള്ളത്. വിൻസെൻ്റ് ഏട്ടന് മനസ്സിലായിട്ടില്ല ലഡുവിലാണ് കണ്ണെന്ന്. അപ്പം ഞാൻ പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്. അപ്പം വേഗം അവനൊരു ലഡു എടുത്ത് കൊടുക്കുകയാണ്. എന്താ പറയുക, ലഡു കിട്ടിയപ്പം ചാക്കോ ഹാപ്പി ആയിട്ടോ. നല്ല ലഡുവായിരുന്നു കേട്ടോ. കുഞ്ഞു ലഡു, പിള്ളേർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റണ രീതിയിലുള്ളൊരു കുട്ടി ലഡുവായിരുന്നു. അപ്പോൾ അവനത് വളരെ സന്തോഷപൂർവ്വം വാങ്ങിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പോൾ റോസ്മ ടീച്ചറിനെ അമ്മാമ്മ എന്ന് വിളിച്ച് ഭയങ്കര വർത്താനം, കയ്യിൽ മുത്തുക, ഫുൾ ഓൺ എനർജിയിലായിരുന്നു കേട്ടോ. കൊച്ചച്ഛനെ നോക്കുക. എനിക്ക് സത്യം പറഞ്ഞാൽ പണ്ട് തൊട്ടേ, അപ്പം എനിക്ക് കുട്ടിയൊക്കെ ഉണ്ടാവണതിന് മുമ്പേ ഞാനിങ്ങനെ പിള്ളേർ വല്ലാണ്ട് കുറുമ്പ് കാണിച്ച് വെച്ച് നോക്കുമ്പം എനിക്കിഷ്ടം ഉണ്ടാവാറില്ല. ഇവനെ സംബന്ധിച്ച് പിന്നെ ഒച്ച ഉണ്ടാക്കല്ല, അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്. എല്ലാവരോടും ഇങ്ങനെ വിശേഷമൊക്കെ ചോദിച്ചാൽ അപ്പം ഞാൻ വലിയ പ്രശ്നം വിചാരിച്ചില്ല. പിന്നെ അങ്ങ് ഓളി മീൻസ് അയ്യോ എന്ന് പറഞ്ഞവന് ഓടില്ലേ. മീൻസ് അനാവശ്യമായ വഴക്കുകളല്ല. അതുകൊണ്ട് ഞാനും അവൻ എൻജോയ് ചെയ്തോട്ടെ. അവൻ്റെ ആദ്യത്തെ കുടുംബ കൂട്ടായ്മയാണ് കേട്ടോ. അപ്പോൾ അവനും അത് എൻജോയ് ചെയ്തോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ അവർ അച്ഛൻ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യുകയാണ്, തിരി കൊളുത്തിയിട്ട്. കാരണം വികാരിയച്ഛൻ 7:45 കഴിഞ്ഞിട്ടല്ലേ വരുള്ളൂ. അപ്പോൾ നമ്മൾ അച്ഛൻ പറഞ്ഞാൽ അതുവരെ വെയിറ്റ് ചെയ്യേണ്ട, കൊച്ചച്ഛൻ അത് ചെയ്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ചാക്കോ ഇങ്ങനെ ചാക്കോയുടേതായ ലോകത്ത് ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ വികാരിയച്ഛൻ കേട്ടോ. അപ്പോൾ അച്ഛനും വളരെ കാര്യമായിട്ട് നല്ലൊരു പ്രസംഗമൊക്കെ പറഞ്ഞു. അപ്പോൾ ചാക്കോച്ചൻ്റെ കളിയും കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ആസ്വദിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞു, എടാ നീ ഓളിയിട്ട് ഞാൻ പറയുന്നത് ഇവർ കേട്ടില്ല എന്ന് പിന്നെ പറയൂ കേട്ടോ എന്നൊക്കെ പറഞ്ഞ് വളരെ ഭംഗിയായിട്ട്, ആർക്കും വിഷമമാകാത്ത രീതിയിൽ ഭംഗിയിൽ പറഞ്ഞു. പിന്നെ ചാക്കോ അച്ഛനുമായിട്ട് സെറ്റായി. അവർക്ക് ട്രോഫി കൊടുക്കുമ്പോൾ അവരുടെ നടുക്ക് പോയി നിൽക്കുക. അവസാനം അച്ഛനൊരു ലഡു കൊടുത്ത് അവനെ ആശ്വസിപ്പിക്കേണ്ടി വന്നു. ഞാൻ പറഞ്ഞു, ചിലർക്ക് ദേഷ്യം വരും. ഞാൻ പലരെയും കണ്ടിട്ടുണ്ട്, അവർക്ക് ദേഷ്യം വരും. ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ പോയപ്പം അവർ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട് കുട്ടീനെ മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ കുറേ അനുഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ളതുകൊണ്ട് പറയണം. അച്ഛൻ വളരെ കോമഡി ആയിട്ടാണ് എല്ലാ കാര്യങ്ങളും, നല്ലപോലെ പാട്ട് പാടും, എല്ലാം എൻജോയ് ചെയ്യുന്നൊരു അച്ഛനാണ് കേട്ടോ. അപ്പം അച്ഛനെ നമുക്ക് നേരത്തെ അറിയാം. ഇവിടെ മരിയാപുരം പള്ളിയിൽ ഇരുന്നിട്ടുണ്ട്, പിന്നെ ഒല്ലൂർ പള്ളിയിൽ മമ്മിക്കറിയാം, പിന്നെ പാവർട്ടി പള്ളിയിലൊക്കെ ഇരുന്നിട്ടുള്ള അച്ഛനാണ് കേട്ടോ. അപ്പം എന്തോ ഒരു സന്തോഷം എപ്പോഴും മുഖത്ത് കാണുന്നുണ്ട്. അപ്പോൾ അച്ഛൻ്റെ അടുത്തുനിന്ന് ലഡു വാങ്ങിയത് അച്ഛൻ പറഞ്ഞത് ലഡു തരാമെന്ന് പറഞ്ഞ് ചാക്കോച്ചന് കൊടുക്കുകയാണ് കേട്ടോ. ചാക്കോച്ചന് സന്തോഷമായി. അപ്പോൾ ചാക്കോച്ചൻ എന്ത് കിട്ടിയാലും പറയും വാവ് എന്ന് പറഞ്ഞപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായിട്ട് പരിപാടി കഴിയണ വരെ അച്ഛനോട് ഇരുന്നു എന്നുള്ളതാണ്. നമ്മൾ പലരെയും കണ്ടിട്ടുണ്ടെങ്കിലും എന്ത് സമ്മാനം കൊടുക്കണമെങ്കിലും അത് ചാക്കോച്ചൻ ആദ്യം കൊടുക്കണം എന്നുള്ളതാണ് ചാക്കോച്ചൻ. അപ്പോൾ അച്ഛനും ഒരു കുഴപ്പമില്ല, പിള്ളേർക്കെല്ലാം കൊടുത്താണ് ഇപ്പോൾ എന്നെ പഠിക്കാൻ എല്ലാ പിള്ളേർക്കും കൊടുക്കും. അപ്പോൾ അച്ഛൻ പറഞ്ഞു ഇല്ല അവന് ഒരെണ്ണം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അവന് ഒരെണ്ണം കൊടുത്തു. അച്ഛൻ്റെ അടുത്ത് താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് ഞാൻ അതാണ് ഒരു പ്ലസ് പോയിന്റ്. നമ്മളെ പിള്ളേരെ ഇങ്ങനെയാണ് അവരെ നമ്മൾ അട്രാക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ നമ്മുടെ ഇഷ്ടത്തിലാക്കുക എന്ന് പറയുന്നത്. ഇത് ജുബി ചേച്ചിയുടെ മോളും വേറൊരു കുട്ടിയാണ് കേട്ടോ. ഈ വെള്ള ടോപ്പ് ഇട്ടിരിക്കുന്നതാണ് ജുബി ചേച്ചിയുടെ മോള്. അപ്പോൾ അവർ വളരെ നന്നായിട്ട് ഡാൻസൊക്കെ കളിച്ചു. അപ്പോൾ ചാക്കോച്ചൻ ആദ്യം ഒരു ചമ്മലായിരുന്നു, ചേച്ചിമാർ കളിച്ചപ്പം കൂടെ നിന്ന് കളിക്കാനൊക്കെ ഒരു ചമ്മലുണ്ടായിരുന്നു, എന്ത് ചെയ്യണം എന്നൊക്കെ അറിയാണ്ട്. അപ്പോൾ അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ വീട്ടിൽ മുറ്റത്ത് മാവുണ്ട്. അപ്പോൾ അതിൽ നമ്മുടെ നീറെന്ന് പറയത്തില്ല, ഉറുമ്പ്, ഇവിടെ പുളിയൻ ഉറുമ്പ് സംതിങ് ആണ് പറയുന്നത്, നമ്മൾ നീറെന്ന് പറയും. അപ്പോൾ അതിലിങ്ങനെ ദേഹത്തോട്ട് വീഴുമായിരുന്നു. അപ്പം
ഭയങ്കര ഒരു ഇറിറ്റേഷൻ ആയിരുന്നു. പക്ഷെ മാങ്ങയും വീണുണ്ടായിരുന്നു. അപ്പോൾ ചാക്കോച്ചന് പിന്നെ സന്തോഷമായിട്ട് അവനത് ഉറുമ്പ് കടിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. നല്ല അടിപൊളി മിറ്റായിരുന്നു കേട്ടോ. നല്ല കുറേ ചെടികൾ, വേപ്പിൻ്റെ മരം, പിന്നെ മാവ്, നന്നായിട്ടത് ടീച്ചറിൻ്റെ വീട്ടുകാരും മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. ചട്ടികളിലൊക്കെ ആക്കി നല്ല അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ചാക്കോച്ചന് വെള്ളം വേണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് തുടങ്ങി. അപ്പോൾ ഞാൻ വേഗം അവിടുന്ന് ആ വീട്ടിൽ നിന്ന് ഇച്ചിരി വെള്ളം വാങ്ങിച്ചു കൊടുത്തു. കാരണം അവന് കുറേ നേരമായി സ്ട്രെയിൻ ചെയ്ത് കളിക്കാനും ഓളിയിടാനും ഒക്കെ. അപ്പോൾ അവരുടെ ഡാൻസ് കണ്ടതേ. അപ്പോൾ ആദ്യം തന്നെ ജ്യൂസ് അവന് ഞാൻ കുപ്പിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും തീർന്നു പോയപ്പോൾ അവന് പറ്റാണ്ടായി തുടങ്ങി. അവന് വെള്ളം വേണം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം വാങ്ങിച്ചു കൊടുത്തു. അപ്പോൾ ഈ ചേച്ചി വന്നപ്പോഴാണ് ചാക്കോയ്ക്ക് സന്തോഷമായത്. അപ്പോൾ അവിടെ ഒരു എൻ്റെ അടുത്തൊരു ആൻറ്റി ഇരിപ്പുണ്ടായിരുന്നു. ആൻറ്റീനെ വിളിച്ച് അമ്മമ്മ നോക്ക് എന്ന് പറഞ്ഞിട്ട് വിളിച്ച് ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ചേച്ചീനെ നോക്കി അനുകരിക്കുക, മീൻസ് അത് ചെയ്യാണ്. ഓക്കെ, ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനും ഞെട്ടിപ്പോയിട്ടോ. ചില സ്റ്റെപ്പുകളൊക്കെ ഒരുപോലെ എന്തോ ആ പാട്ടിൻ്റെ ആയിരിക്കും അവൻ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഡാൻസൊക്കെ കളിച്ച് 1 മിനിറ്റിൻ്റെ ഒരു പാട്ടായിരുന്നു. ആ കുട്ടി വളരെ നന്നായിട്ട് കളിച്ചു. എനിക്ക് അവൻ അവിടെ പോയി ആ കുട്ടിയുടെ കോൺസെൻട്രേഷൻ കളയുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്തായാലും അതൊന്നും ചെയ്തില്ല. അവൻ്റേതായ രീതിയിൽ അവനൊരു സ്പേസ് ഉണ്ടാക്കി അവൻ ഡാൻസ് കളിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ചാക്കോയ്ക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരു പാട്ട് വെച്ചിട്ട് ഡാൻസൊക്കെ കളിക്കണമെന്ന്. ഞാൻ പറഞ്ഞു അടുത്ത വർഷം നമുക്ക് ഇതുപോലെ വന്ന് സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കുകയും ഒക്കെ ചെയ്യാം. ഇപ്പോൾ അവനിഷ്ടമുള്ള പാട്ടുകൾക്ക് അവൻ ഡാൻസ് കളിക്കും എന്നേ ഉള്ളൂ കേട്ടോ. അവൻ ഇഷ്ടത്തോടെയാണ് ചെയ്യുന്നത്, നമ്മൾ ഫോഴ്സ്ഫുള്ളി ചെയ്യുന്നതല്ല. അപ്പോൾ മമ്മി ഇന്ന് പറയായിരുന്നു. ശരിക്കും ഞങ്ങളൊരു 9:30 ആയപ്പോൾ തിരിച്ചു വന്നപ്പോഴത്തേക്കിനും കറക്റ്റ് ഞങ്ങൾ ഗേറ്റ് തുറന്ന് അകത്ത് കയറിയപ്പം അവരും വന്നു കേട്ടോ. ആദ്യം തൊട്ട് അവസാനം വരെ എനിക്ക് ഇരിക്കാൻ പറ്റി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതേ വിൻസെൻ്റ് ചേട്ടൻ അവൻ്റെ ഒരു വിഷമം മാറാൻ മൈക്ക് കൊണ്ടുവന്ന് കൊടുത്താണ്. പക്ഷെ അവൻ പറഞ്ഞു അവന് പാട്ട് മതി എന്ന് പറഞ്ഞു. ആ കുട്ടിയുടെ തന്നെ ബ്രദറാണ് കേട്ടോ ഇത്. ബ്രദറും ഡാൻസ് കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് കലാപരിപാടികളുണ്ടായിരുന്നു. നമ്മുടെ ഗ്രൂപ്പിൽ പിള്ളേരുകൾ വളരെ കുറവാണ്, വലിയ ആൾക്കാരാണ്. പ്രായമായവരും ഒരു കല്യാണം കഴിഞ്ഞവരും ആ ഒരു ഇതിലുള്ളതാണ്. അപ്പോൾ അത് ചാക്കോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ചാക്കോയാണ് ആ കൂട്ടത്തിൽ. എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. കാരണം വാശി പിടിപ്പിച്ചാൽ നമുക്കത് ഭയങ്കര ഒരു പണിയാവും. എനിക്കും മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, അത് മുഴുവിപ്പിക്കണം, അത് മൊത്തം ഇരുന്ന് കണ്ടിട്ട് വരണം, തുടങ്ങുന്നതിന് മുമ്പ് പോകണം എന്നൊക്കെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്തായാലും ചാക്കോയുടെ സഹകരണം കൊണ്ട് എനിക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അല്ലേ, അവനത് വഴക്കുണ്ടാക്കി നശിപ്പിച്ച അതിൻ്റെ ഭംഗി മൊത്തം അതിൻ്റെ ബൂട്ടി മൊത്തം പോകുമെന്ന് പറയുന്ന പോലെ തന്നെ അവനത് വളരെ പോസിറ്റീവായിട്ടെടുത്ത് എല്ലാ കാര്യങ്ങളിലും നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിച്ചെങ്കിലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് ഹാപ്പി ആയിട്ട് എനിക്കവിടെ ഇരുന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റി. ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് വലിയ പ്രശ്നം. നമ്മുടെ വീടിൻ്റെ അടുത്താണ്. അപ്പോൾ അവനൊന്ന് ബഹളം വെച്ചാലും നമുക്ക് സത്യം പറഞ്ഞാൽ അതാണ് കേട്ടോ, തിരിച്ചൊന്ന് വീട്ടിൽ പോകാൻ പറ്റിയൊരു സ്ഥലമാണ് എന്നോർത്തിട്ടാണ് ഞാൻ പോയത്. എനിക്ക് ഇപ്പം അവനിങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഇഷ്ടമാണ്, ആൾക്കാർ കൂടുന്നൊക്കെ അവന് ഇഷ്ടമാണെങ്കിലും അവൻ്റെ അവസ്ഥ അതായതുകൊണ്ട് നമ്മൾ മാക്സിമം കെയർ ചെയ്ത്. അപ്പം നമ്മുടെ വീടിൻ്റെ അടുത്തല്ലേ, അവൻ എന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. ഇത് ജുബിച്ചേച്ചിയുടെ ഒരു കസിൻ കുട്ടിയാണ് കേട്ടോ. അപ്പോൾ ആ കസിൻ ഡാൻസ് കളിച്ചപ്പം ചാക്കോച്ചനും എനിക്ക് ആ കുട്ടീനെ ഭയങ്കര ഇഷ്ടമായി. എൻ്റെ ലുക്കും അപ്പിയറൻസും ഡ്രസ്സിങ്ങും ഞാൻ നേരിട്ട് പറയണമെന്ന് വിചാരിച്ചെങ്കിലും ചാക്കോച്ചൻ്റെ ഒരു ചൊറിച്ചിൽ കാരണം ഒന്നും പറ്റിയില്ല. വീഡിയോ കാണുന്നുണ്ടോ ഇല്ലയോ, ജുബിച്ചേച്ചി കാണുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിയില്ല. ബട്ട് പറയാണ് സച്ച് എ ബ്രില്യൻ അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ഡാൻസ് എന്ന് പറയട്ടെ. എനിക്ക് ആളുടെ ഹെയർ സ്റ്റൈല് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാൻ 2-3 ദിവസമായിട്ട് ആളെ ഞാൻ ഇവിടെ കാണുന്നുണ്ട്, കസിൻസിൻ്റെ കൂടെ പോകുന്ന, അതായത് ജുബിച്ചേച്ചിയുടെ മകളുടെ കൂടെ പോകുന്നതൊക്കെ ഞാൻ കാണുന്നുണ്ടെങ്കിലും നമുക്കറിയില്ലല്ലോ. അപ്പോൾ സംഭവം വേറൊരു പള്ളിയിൽ വേറൊരു കൂട്ടായ്മയിൽ വന്ന് അറിയാത്തവരുടെ ഇടയിൽ നിന്ന് ഡാൻസ് കളിക്കാന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആർക്കും മടി തോന്നും. പക്ഷേ ആ കുട്ടി വളരെ പോസിറ്റീവായിട്ട് എടുത്ത് വന്ന് നിന്ന് ഡാൻസ് കളിച്ച് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുട്ടിക്ക് എൻ്റെ ഒരു സ്പെഷ്യൽ ഒരു കൺഗ്രാറ്റ്സ് ഇരിക്കട്ടെ. എന്താ ചെയ്യുന്നതെന്നൊന്നും എനിക്ക് അറിയില്ല. ജുബിച്ചേച്ചിയുടെ കസിനാണെന്ന് മാത്രമേ നമുക്കിപ്പം നിലവിൽ അറിയുള്ളൂ കേട്ടോ. ആളുടെ ഒരു ചെയിൻ സോങ് പോലെയായിരുന്നു, കുറേ പാട്ടുകൾ കണക്ട് ചെയ്തിട്ട് ആ പാട്ടുകളൊക്കെ ചാക്കോച്ചന് ഇഷ്ടമുള്ള പാട്ടുകളായിരുന്നു. സോ ചേച്ചിയിലൂടെ നിന്ന് എൻജോയ് ചെയ്യുകയായിരുന്നു കേട്ടോ. അവൻ എൻജോയ് ചെയ്തുകൊണ്ട് അവൻ്റെ എൻജോയ്മെൻറ്റ് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റി. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ചാക്കോച്ചൻ്റെ ചിയർ ചെയ്യുന്ന അമ്മാമ്മ. അപ്പോൾ അമ്മാമ്മയുടെ ശ്രദ്ധ മാറിയപ്പോൾ ചാക്കോച്ചന് ദേഷ്യം വരും. പിന്നെ റോസമ്മ ടീച്ചറിൻ്റെ അറ്റൻഷനും ഭയങ്കരമായിട്ട് അവൻ അമ്മാമ്മ എന്ന് വിളിച്ച് പുറകെ നടക്കാമായിരുന്നെന്ന് റോസമ്മ ടീച്ചറും പറഞ്ഞു കേട്ടോ. അങ്ങനെ അവിടെ ഒരു കുറേ നേരം ഇങ്ങനെ നിന്ന് ഞാൻ പറഞ്ഞില്ല ഫുൾഫിൽ ചെയ്യാൻ പറ്റും, അത് വലിയൊരു ഭാഗ്യമായിട്ട് ഞാൻ കാണുന്നു. അപ്പോൾ അവൻ 3 വയസ്സിലെ കുടുംബ കൂട്ടായ്മയിൽ നിന്നാണ് ഡാൻസ് കളിച്ച് തുടങ്ങിയെന്ന് മമ്മി പറഞ്ഞു. അപ്പം കുട്ടിക്ക് 1.5 വയസ്സിൽ
1.25 വയസ്സൊക്കെ ആകുമ്പോൾ ഡാൻസ് കളിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. ഞങ്ങളെപ്പോഴും പറയും ഡാഡിക്ക് തോമുനെ കൊണ്ടുപോകണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. തോമുന് അങ്ങനെ ഇഷ്ടങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ ചാക്കോയ്ക്ക് അങ്ങനെയല്ല, അങ്ങനെ കുറേ ഇഷ്ടങ്ങളുള്ള കൂട്ടത്തിലാണ് കുട്ടി. അപ്പം മേ ബി ഡാഡിക്ക് ഈ കുട്ടീനെ കൊണ്ട് പോകാനായിരിക്കും യോഗം ഉണ്ടാവുക, പറയാൻ പറ്റില്ല, പിള്ളേരുടെ കാര്യമല്ലേ. അങ്ങനെ എന്താ പറയുക, നല്ല പോലെ നിന്ന് എൻജോയ് ചെയ്തു. എനിക്ക് മാത്രം ഭക്ഷണം കഴിക്കാൻ പറ്റിയില്ല, ചാക്കോച്ചൻ കഴിച്ചു കേട്ടോ. അപ്പം റൈസും, അതായത് വെജ് റൈസും പുലാവ് പോലെ, അതും ചിക്കൻ റോസ്റ്റും മുട്ട പുഴുങ്ങിയതും സാലഡും അച്ചാറും ഐസ്ക്രീമും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കത് കഴിക്കാൻ പറ്റിയില്ല. കാരണം ചാക്കോച്ചൻ അങ്ങനെ എല്ലാവരോടും അവനെ വിട്ട് അങ്ങ് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ശ്രദ്ധ തെറ്റിയാലും കുറച്ച് ബുദ്ധിമുട്ടാണ്. റോഡ് സൈഡിലാണ് വീട്. വേറെ പലരും വിളിച്ചു നോക്കിയെങ്കിലും അവൻ പോയില്ല. അപ്പം ഞാൻ വേഗം വീട്ടിൽ പോയി. അപ്പം ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് നടന്ന് വീട്ടിലെത്തി. ഒരു ഗേറ്റ് തുറന്ന് അകത്തോട്ട് കയറിയപ്പോൾ തന്നെ ദേ അവർ വന്നു. അപ്പോൾ പിന്നെ അവരുടെ കൂടെ ഒരുമിച്ച് കയറി ഡാൻസ് വർത്താനമൊക്കെ പറഞ്ഞ് ചാക്കോച്ചൻ്റെ ലീലാവിലാസങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങളത് ഇന്ന് വൈൻഡപ്പ് അടിച്ചത് കേട്ടോ. അത് കാരണം ഇവിടെ എല്ലാവർക്കും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കൂട്ടത്തിലാണ്. പിള്ളേരെ പരിപാടിക്ക് വിടുക, അതിൽ പങ്കെടുപ്പിക്കുക, പിള്ളേരെ ഫ്രീ ആയിട്ട് വിടുക, അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചാക്കോച്ചൻ അങ്ങനെ മടുത്തു കേട്ടോ. ശരിക്കും അവൻ മടുത്തു. പക്ഷേ മടുത്തു എന്ന് പറഞ്ഞാൽ മാറിയ നാണക്കേടാവണമെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. അവൻ മാക്സിമം ഒന്ന് ചേച്ചിയുടെ നിന്ന്, എനിക്ക് സങ്കടമായത് ആ കുട്ടിയുടെ ഒരു ഡാൻസ് അവർക്ക് സിംഗിൾ വീഡിയോ എടുക്കാൻ പറ്റി. കാരണം ഇവൻ നടുക്കൂടെ കയറി പോയിട്ട് അതൊരു ബുദ്ധിമുട്ടായി കാണണം എന്ന് ഞാൻ വിചാരിക്കണം. അപ്പോൾ സോറി കേട്ടോ, ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദിവ്യ ചേച്ചിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കണമെന്നും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇനി മറന്നു പോവാണ്ട് ഇരുന്നാൽ മതി. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമ്മുടെ പള്ളിയിലെ ആഘോഷങ്ങളും കാര്യങ്ങളും ഒക്കെ. ഇതപ്പോൾ റോസ്മൻ ടീച്ചറിൻ്റെ മോളുടെ കുട്ടിയാണ്. അപ്പോൾ ആൾ നല്ലൊരു പാട്ടൊക്കെ പാടി. അപ്പോൾ ജുബി ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് പാട്ട് പാടാമെന്നൊക്കെ. അപ്പോൾ വളരെ ഭംഗിയായിട്ട് പാട്ടൊക്കെ പാടി. അപ്പോൾ ചാക്കോച്ചൻ നോക്കി നിൽക്കുകയാണ്, മൈക്ക് ചോദിച്ച് നിൽക്കുകയാണ് കേട്ടോ. പിന്നെ അച്ഛൻ്റെ വക നല്ലൊരു പാട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അച്ഛൻ വളരെ കൂളായിട്ട്, ഞാൻ പല അച്ഛന്മാരെയും കണ്ടിട്ടുണ്ട് കേട്ടോ, പക്ഷെ ആൾ വളരെ കൂളായിട്ട് നിന്ന് എല്ലാം കണ്ട് ആസ്വദിച്ച് ഭക്ഷണവും കഴിച്ച് എല്ലാവരോടും ബൈ പറഞ്ഞ് പാട്ടൊക്കെ നല്ലൊരു പാട്ട് പാടി. ഞാൻ ആൾ നല്ലൊരു പാട്ടുകാരനാണ്. പക്ഷെ ഇങ്ങനെ നമ്മൾ നോർമൽ കുർബാനയ്ക്ക് കേൾക്കണ പോലെ അല്ലല്ലോ, നമ്മൾ ഒരു വേറൊരു സ്പേസിൽ വന്നിട്ട് നല്ല നല്ല പാട്ടുകൾ പാടുമ്പോൾ അപ്പം നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്താ പറയുക, ഐസ്ക്രീം വിൻസെൻ്റ് വക്കീൽ കൊണ്ടുവരുമ്പോൾ ചോദിക്കുക അവൻ ഇളക്കുമോ? ഞാൻ പറഞ്ഞു ഉറപ്പായിട്ടും ഇളക്കും. ഇതിൻ്റെ നാശനഷ്ടം ചോദിച്ച് നാളെ വീട്ടിൽ വരായിക്കുമോ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ വേഗം ഞാൻ അവന് ഭക്ഷണമൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ. കാരണം ഇനി അവിടെ നിന്നാൽ പണിയിട്ട്, കാരണം മഴ ചെറുതായിട്ട് ചാറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പരിപാടി വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു. അച്ഛൻ്റെ വക നല്ല പാട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെയും താങ്ക്ഫുള്ളാണ്. എനിക്കതിൽ ഫുള്ളി ഞാൻ കുറേ നാൾ കൂടിയായിട്ട് ഒരു ഫങ്ഷനിൽ ഫ്രം ദി ബിഗിനിങ് ടു ദി എൻഡ് പങ്കെടുക്കുന്ന കേട്ടോ. അപ്പം ചാക്കോച്ചന് ഇരിക്കേണ്ട ഒരു സ്പെഷ്യൽ താങ്ക്സ്. അല്ലെങ്കിൽ അവൻ പങ്കെടുത്തില്ലെങ്കിൽ എനിക്ക് ഇതൊന്നും നടക്കില്ല. അപ്പം നമുക്ക് നാളെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ചാക്കോച്ചൻ്റെ എല്ലാവരോടും ബൈ ഒക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ബൈ ആൻഡ് ടേക്ക് കെയർ. നമുക്ക് നാളെ ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ബൈ, സീ യു, ലവ് യു ഓൾ.